ഓടിക്കൊണ്ട് അവൻ്റെ കൈക്കിലെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതും കിട്ടൂല. ആ ഇതേപോലെ നമ്മൾ ഹോം ട്രാക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പമ്പ് ട്രാക്കിലോട്ട് വഴി ഉണ്ടാക്കിയിട്ടില്ലേ, അത് ഫുള്ളാക്കിയിട്ട് നല്ലൊരു ട്രാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ച് വീട്ടിൽ നിന്ന് നേരെ ചാടി നേരെ പറമ്പിലോട്ട്. കുഞ്ഞൻ പരിപാടി തുടങ്ങി. ചെല്ലട്ട വെട്ടുന്നു ടുട്ടു ടുട്ടു ഓട്ട് വന്നു ചോറ്. എന്നെ സെറ്റ് ചെയ്യണേ ട്രാക്ക് ഇതില്ല, നേരെ വന്നിട്ട് ഇതിന് മേളിൽ കൂടെ കയറാനാ. ആ തിരിച്ചതിൽ ഇറങ്ങാന്നല്ലേ, എന്നിട്ട് ഇതിൽ തന്നെ കൂട്ടിമുട്ടാനാ. ആ എന്നാ മച്ചാമാരെ ഞങ്ങളത് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ ഇങ്ങനെ ഈ കല്ലെല്ലാം പെറുക്കി ഇവിടെ അടുക്കിയിട്ട് ആ മണ്ണ് നോക്കാം. ഞാൻ എന്നാൽ തൂമ്പാക്കാന്ന് വിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ പോക്ക് ഈ സെറ്റപ്പിൽ ഇവിടെ നിന്ന് യോ ചേമ്പൊക്കെ പറിച്ച് കളയാം. ചേമ്പൊന്നും വേണ്ട, വിളിച്ചാൽ പറഞ്ഞു വരുമോ. തുമ്പാക്ക് വലിപ്പം ഇച്ചിരി കൂടുതലാണല്ലടാ. വലിയ തുമ്പേക്ക് കുഞ്ഞു തുമ്പ ചെറുതാണ്. അവളതല്ലേ പറഞ്ഞേ, അവളതല്ലേ പറഞ്ഞേ. ചെറുതാ പാപ്പാ. കൊള്ളാം കൊള്ളാം, നല്ല പരിപാടി. അയ്യോ അത് മുട്ടൻ കല്ലടാ. അങ്ങനെ പോവാ. വീട് കിട്ടണമെങ്കിൽ കല്ലിളക്കണം. ഇളക്കാം, ചാമ്പയെ കടിക്കല്ലേ ഉണ്ടെങ്കിൽ ഓരോന്ന് തോന്നണം. ഒന്നുകൂടെ ചുമ്മാ പിടിച്ചു നോക്കാം, മണ്ണൊക്കെ മാറിയില്ലേ. ആടാ അടിയടാ സാധനം ഇളകി അടിക്കാത്ത പാറ്റയാണ്. ഉറുമ്പ് ഏതാണ്ട് എന്തുവാ. ഏതാ ആ സെറ്റ് കാട്ടുത്തോടെ. നീ അങ്ങോട്ട് പോണേ, നീ അങ്ങോട്ട് പോണേ. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്പിനുള്ള പകുതി റെഡിയാക്കി വെച്ച് ബാക്കി തിരിച്ച് കയറി വന്ന് ടാറ്റാന്ന് വെച്ച് ഇഞ്ചെത്തി എനിക്ക് കിട്ടുന്നുണ്ട്. നീ ഇവിടെ പെർമല്ലേടാ, ഇവിടെ നൈസൊരു പെർമ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ ഇങ്ങോട്ട് പിടിക്കാം അല്ലേ. ഇങ്ങോട്ട് പിടിച്ചിട്ട് വേണമെങ്കിൽ നേരെ തന്നെ പോകാം അല്ലേ. ചേച്ചി തിന്നാണ് തിന്നു. വീട്ടിൽ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ശരിക്കും ഇങ്ങനെ ആക്കിയിട്ട് ഇത് എളുപ്പം. ബെർമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി മണ്ണ് വേണം, ഇടപാട് കയറുന്നു പോകും. അതുപോലെ നമ്മുടെ ഹോം ട്രാക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബാക്കി വേണത് സെറ്റാക്കി. ടൈം കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സെറ്റപ്പിൽ തന്നെ ആക്കിയില്ല. എൻഡിങ് മറ്റേ പമ്പ് ട്രാക്കിൽ തന്നെ ഞാൻ സെറ്റപ്പിലാക്കി. അപ്പോൾ നമുക്ക് നേരത്തെ ഇതിലൊരു വഴി ഉണ്ടായിരുന്നല്ലോ, ഡയറക്റ്റ് പമ്പ് ട്രാക്കിട്ട് ഇടാൻ വേണ്ടി. ആ വഴി ഞാൻ കടഞ്ഞു, അത് പിന്നെ ഒന്ന് വൃത്തിയാക്കണം. ഇല്ല അതിന് ടൈം കിട്ടിയില്ല. അല്ലേ കുറേ പ്ലാൻ മാറ്റി ലാസ്റ്റ് ഈ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കാം, ഇത് ഭയങ്കര ടാസ്ക്കാണെന്ന് തോന്നുന്നു. ഇത് നല്ല ആദ്യം അതിൻ്റെ ഉണ്ടെ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് അതിലെ ചാടി അതിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി പണി വരും. അതുകൊണ്ട് പിന്നെ എപ്പോഴും സെറ്റ് ചെയ്യാമെന്ന് വെച്ച് ഇവിടെ ഇപ്പോഴത്തേന്ന് നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് കല്ലേന്നായിട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകണം. പക്ഷെ തിരിയൂലെന്നാണ് നമ്മുടെ വിശ്വാസം. ഭയങ്കര ടാസ്ക്കായി നോക്കട്ടെ. അല്ല ഒത്തിരി പ്രോ ലെവൽ ട്രാക്കായെന്ന് തോന്നുന്നത്. നോക്കാം, ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കുഞ്ഞിനും കൂടെ വന്നിട്ട് നൈസായിട്ടൊന്ന് നോക്കാം.
മച്ചന്മാർ നമ്മുടെ ഹോം ട്രാക്കിൽ റൈഡ് ചെയ്യാൻ പോകട്ടോ. എങ്ങനെ ഉണ്ടെന്നാകട്ടെ, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ആദ്യം നോക്കണം. പയ്യെ അവിടെ ആ ജമ്പ് പോലെ ചെറിയ ജമ്പാണെങ്കിലും അവിടെ സ്പീഡ് കിട്ടുമോ നോക്കണം. അപ്പോൾ എല്ലാം ആദ്യത്തെ റൈഡൊന്ന് പയ്യെ എല്ലാം ഒന്ന് അനങ്ങി തിരിഞ്ഞ് അവിടം വരെ പോയിട്ട് നോക്കാലടാ. പോയേക്കാം. ആടാ. നേരെ പോയി. തിരിക്കാൻ മറന്നു വിട്ടൻ. കിട്ടുമല്ലേ ജമ്പ് ചെയ്താ? സ്പീഡ് കിട്ടില്ല അല്ലേ? ഒന്നുകൂടെ ചാടി നോക്കണോ? ലെവലൊക്കെ പിടിച്ച് കത്ത് വന്നായിരുന്നു. സ്പീഡ് വന്നപ്പോൾ സ്പീഡായില്ല. ഞാനിപ്പോൾ ഇത് തന്നെ ഓടിക്കുന്നുണ്ട്. അവൻ്റെ കൈക്കിലെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അതും കിട്ടൂല. നീ അതിന് മുന്നേ എടുത്ത് പൊങ്ങി ചാടുക. അതിന് മുന്നെയോ? മറ്റേ ഈ ബണ്ണി പോപ്പൊക്കെ അടിക്കണല്ലേ, അതിന്റെ അറ്റത്തിന് മുന്നേ എടുത്ത് ചാടുന്നുണ്ട്. ചാടുന്നുണ്ടോ? അത് കൊള്ളാം. അതല്ലേ അത് പഠിച്ചാൽ മതി. പഠിച്ചെടുക്കണം. അത് തന്നെ. ഇത് അവിടെ പിടിക്കാം. ഇപ്പൊ കുറച്ചൊക്കെ ശരിയായിരുന്നു. ഇത് കുടുങ്ങി. പെടലല്ലേ? പെടല് കുടുങ്ങി. അതെ, ഫ്രണ്ട് ടയർ ലൂസായിരുന്നു. ലൂസായോ? അവരിത് കിട്ടുന്നില്ല അല്ലേ? അവരിത് കിട്ടുന്നില്ല അല്ലേ? ആലോചിച്ച് പോയാണ്ട്. അത് വേറെ കുണ്ടിക്കിട്ട് വന്നിരിച്ചേ. സീറ്റ് സീറ്റിന്റെ കമ്പി തിരിഞ്ഞൂല ശരിക്കും പറഞ്ഞാ. തിരിഞ്ഞു വരും. താട്ടിറങ്ങാണ്ട ജമ്പ്. ഇത് ഈ കല്ല് തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ. കല്ല് തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ. ഇവിടെ ചവിട്ടിക്കയറ്റിനും പാടാണല്ലോ. അല്ലേ ആ കല്ല് പ്രശ്നമായതാണ് തോന്നുന്നു. വിഷയം ഞാൻ തിരിച്ചു പയ്യ ഇറക്കട്ടെ. ഞാൻ പയ്യ ഇതിലിറങ്ങി അതിലിറങ്ങി വരാ. ആ കല്ലാ ഇത് കല്ല കുടിക്കുന്നതാണ്ടാ. കല്ലേല് ഫ്രണ്ട് കുടുങ്ങിയെന്ന് തോന്നുന്നു. അവിടെ പോയി ലോക്കായതാന്ന് തോന്നുന്നു. ലോക്കായതാ. സൈക്കിളിൽ തെറിച്ച് പോയത് തോന്നല്ലേ? സൈക്കിളിൽ തെറിച്ച് അല്ല, സൈക്കിളിന്റെ അടിക്കത്. തിരിയണ്ടല്ലേ? തിരിഞ്ഞ് ലേശം ഞാൻ വണ്ടി അത് തെന്നി പോണല്ലോ അല്ലേ? അതിന്റെ എന്നിട്ട് ഇറങ്ങി നോക്കാതെ ലേശം തിരിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അറിയാല്ലേ. ഗിയറല്ല ചറവറ മാറേണ്ടി വരും. അതിനുള്ള സെറ്റപ്പ് ഇപ്പം നമ്മുടെ സൈക്കിളിനില്ല. അതിൻ്റെയും ബെയറിങ് പോയി കാണും അല്ലേ? സുഖമായിട്ട് തിരിഞ്ഞു വന്നു. സൂപ്പറായിട്ട് തിരിഞ്ഞു വന്നു. അതാണ് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സെറ്റപ്പ് ആവും അല്ലേ? അവിടെ കയറുന്നില്ല. അവിടെ വരെ കയറുന്നില്ല. കയറാനും പാടാം. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഉള്ള ഗിയർ വേണം സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ജമ്പടിക്കാൻ. എന്നിട്ട് പിന്നെ കറങ്ങി ഇവിടെ വരുമ്പോൾ ഗിയർ ഡൗൺ അടിക്കേണ്ടി വരും. ഇപ്പം അതിൻ്റെ പുറത്തെ ഗിയർ വെച്ചിട്ട് സീനായില്ലേ കഴിഞ്ഞ ദിവസത്തെ പരിപാടി? 1 ലക്ഷത്തിൻ്റെ സൈക്കിൾ തന്നെ വേണ്ടി വരുമോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യേ. അയ്യോ, വേറെ തള്ള സൈക്കിൾ കണ്ടിച്ച് കാരണം നമ്മളിങ്ങനെ കുത്തിയിരിക്കുക. സമയം പോയല്ലോ, പരിപാടികളല്ലേ. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താം. എന്നാലും അതിറക്കാൻ പഠിച്ചില്ലേ? സംഭവം പഠിച്ചു. ഇതിപ്പം റൈഡായില്ല, ടെസ്റ്റ് നിന്നല്ലേ. ഇതിൽ ഓടിക്കണമെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ചുമ്മാ പോയിട്ട് കാട്ടിക്കൂടെ ഇറക്കറങ്ങണേക്കാളും ടാസ്ക് ആണ്. ഗിയർ മാറി ചവിട്ടേണ്ടി വരും. അതാണ് സീന്. അല്ല കുഴപ്പമില്ല. അല്ല ഫുൾ ഇറക്കണമെങ്കിൽ ഓക്കെയാണ്. ഇച്ചിരി അതിൻ്റെ ഇടയ്ക്ക് നിരപ്പും കയറ്റും. ചെറിയൊരു കയറ്റാണ് കുഴപ്പമില്ല. ഇത് നല്ലോണം പെഡൽ ചെയ്യേണ്ടി വരും. അതിന് ചെറിയ ഗിയർ മാറണം. അത് ഇവൻ്റെ ഗിയർ പക്കായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജീപ്പായിട്ട് പറപ്പിച്ച ജീപ്പിന് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. ഒരു ചാട്ടം ചാടി ചെറിയൊരു ബെൻഡ്. അപ്പൊ അതിന്റെയും ഗിയർ വീഴാൻ പാടായി. ഇതിന്റെ പിന്നെ നേരത്തെ പോലെ കണക്കാണ്. ചക്കര കണ്ട് തീരാറായി. ഇത് രസം പഠിച്ചു കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോ ഉഷാറായില്ലേ? നല്ല കട്ടിങ്. നല്ല ചെരുവ്. ഒരാളെ പൊക്കം എന്നെക്കാളും പൊക്കമുണ്ട്. അതെ അതെ. അതിന് ഈ പാറ കിടക്കണ ഷേപ്പ് ഒരു സീനാണ്. ഇത് തീരുന്ന അവിടുത്തെ ലാൻഡിങ്ങും കറക്റ്റ് ടയർ വന്നു. അവൻ ആദ്യം കല്ലിട്ട് വെച്ചിരുന്നതാണ്.
പക്ഷെ ആ കല്ല് തന്നെ അവസാനം എനിക്ക് പണി തന്നു. ആ കല്ല് തന്നെ അവൻ്റെ അവസാനം പണി കൊടുത്ത്. അപ്പം അത് ചെയ്യാം. നമ്മൾ ഒത്തിരി ഇന്ന് ഇത്ര മണ്ടത്തരം കാണിച്ചിട്ടും ചത്തില്ല. ആൾക്കാരാകല്ലേ മൊത്തം മണ്ടത്തരമായിരുന്നു. എന്നാ വെച്ചാൽ സെറ്റ് നമുക്കെന്നാ ഒന്ന് പ്രോ ആക്കിയിട്ട് നമുക്ക് ഈ റൈഡ് ഇടാം. അപ്പോൾ സെറ്റല്ലേ, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഒക്കെ മച്ചന്മാരെ ടാറ്റാ.